കൂട്ടുകാരാ സ്റ്റേഷനെ ഇന്നത്തെ കച്ചവടം നമ്മുടെ തുമ്പോളിപ്പള്ളിയുടെ നാട്ടിൽ നിന്ന് തന്നെ തുടങ്ങും. നമ്മുടെ പള്ളിയിൽ നിന്ന് ഒരു 50 മീറ്റർ കിഴക്കോട്ട് നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ടാർ റോഡ് സൈഡിൽ ഇടതേ സൈഡിൽ 2500 സ്ക്വയർ ഫീറ്റ് നിൽക്കുന്ന 6.5 സെന്റ് 2500 സ്ക്വയർ ഫീറ്റിന് ഒരു കിടിലം വീട്, 2 നില വീടും 1300 പ്ലസ് നിൽക്കുന്ന ഒരു കിടിലം കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ് ഇന്ന് നിങ്ങൾക്ക് കാണാനൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ വെൽക്കം ടു അസംബ്ലി സ്കൂൾ പറഞ്ഞു കളിച്ചിരുന്നില്ല ബാനോക്ക് പ്രോപ്പർട്ടി കണ്ടാളെ. അപ്പൊ അകത്തെ കാര്യങ്ങളൊക്കെ കണ്ടാളെ. അപ്പൊ ഇതാണ് തെക്കോട് ദർശനത്തിൽ നിൽക്കുന്ന നമ്മൾ 2500 പ്ലസ് സ്ക്വയർ ഫീറ്റുള്ള വീടിന്റെ അകത്തെ സ്ട്രക്ചർ. അപ്പൊ മുഴുവനായി 4 ബെഡ്റൂം ആണുള്ളത്. താഴെ ഒരു മാസ്റ്റർ ബെഡ്റൂമും വിശാലമായ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും സ്പേസസ് ആയ ഹാളും കിച്ചനും ഡൈനിങ് ഏരിയയും സിറ്റൗട്ടും ആണ് താഴെയുള്ളത്. ഇനി മുകളിലായി 3 ബെഡ്റൂമും അത് 3ഉം അറ്റാച്ച്ഡ് ആണ്. 2500 പ്ലസ് സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് മുകളിലൊരു ഹാളും കൂടെ 3 ബെഡ്റൂമിനടുത്തായി പണിയെടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ കാറ്റും കൊണ്ട് ഇരിക്കാൻ പറ്റിയ നല്ല മനോഹരമായ ബാൽക്കണി. ഇതാണ് വീടിന്റെ കാര്യങ്ങൾ. ഇനി 1300 പ്ലസ് സ്ക്വയർ ഫീറ്റിൽ പണിയെടുപ്പിച്ചിട്ടുള്ള കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് കൂടെ ഇതിനു മുന്നിലുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും നല്ല തകൃതിയായി കച്ചവടം നടക്കുന്ന സൂപ്പർ മാർക്കറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതിനു മുകളിൽ ഒരു ചെറിയ കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ 2 ബെഡ് സ്പേസ്, ഒരു ഹാൾ, കിച്ചൺ, പിന്നെ ഒരു ബാത്റൂം ആയിട്ടാണ് ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്കത് ഏത് രീതിയിൽ വേണമെങ്കിലും റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സൗകര്യങ്ങളുടെ കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ തുമ്പോളിപ്പള്ളിയുടെ തൊട്ടടുത്തായിട്ടാണ്, അതും ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ഏരിയയിൽ. നടന്നു പോകാൻ പാകത്തിന് റെയിൽവേ സ്റ്റേഷൻ, സ്കൂൾ, 1.5 കിലോമീറ്റർ കിഴക്കായി നമ്മുടെ നാഷണൽ ഹൈവേ. നമ്മുടെ പ്രോപ്പർട്ടിയുടെ മേളിൽ കാണുന്ന വ്യൂ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. തൊട്ട് പടിഞ്ഞാറായിട്ട് നമ്മുടെ തുമ്പോളിപ്പള്ളി. അതും കൂടെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചേക്ക് സ്റ്റെപ്പിന്. പിന്നെ ഇനി നേരെ കച്ചവടത്തിലോട്ട് വരാം. നമ്മുടെ മുതലാളി ഈ 6.25 സെന്റ് മുഴുവനായിട്ട് ചോദിക്കണ വില 1.25 CR ആണ്. അതും വെറും 1.25 CR. ഇനി വീട് വേണ്ട കട മതിയെങ്കിലും, കട വേണ്ട വീട് മതിയെങ്കിലും കൊടുക്കാൻ നമ്മുടെ മുതലാളി റെഡിയാണ്. വാങ്ങിച്ചോ. പിന്നെ കച്ചവടമാണ്. അപ്പൊ വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ, വേണ്ട വെടിപ്പായിട്ട്, വേണ്ട സമയത്ത് അങ്ങനെ ചെയ്തേക്കണം. നിയമപരമായിട്ടും സത്യസന്ധമായിട്ടും. സോലായി.